ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഓണമൊക്കെ അടിപൊളിയായിരുന്നോ? ഞങ്ങളിവിടെ സൂപ്പറായിട്ടിരിക്കണു. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ഓഫീസിലെ ഒരു ദിവസം, ഒരു ഫുൾ ഡേ ഒന്നുമില്ല, കുറച്ച് നേരം. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ക്വാർട്ടറിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടീമായിട്ട് ടീം ലഞ്ചിന് പോകും. സോ ഇന്ന് അങ്ങനെ ഞങ്ങൾ ടീം ലഞ്ചിന് പോണ ഒരു ദിവസമാണ്. സോ അത് കാരണം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പോണതിന് മുമ്പേ വർക്കൊക്കെ മാക്സിമം ഒതുക്കാൻ പറ്റണത് ഒതുക്കണേ കേട്ടോ. അങ്ങനെ വർക്കൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പയ്യെ. സോ എൻ്റെ ടീമാണ് ആ മുമ്പിൽ നടന്നു പോണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടീമിലുള്ള ഒരാൾ കാറെടുത്തു. ഞങ്ങൾ അവൻ്റെ കാറിൽ പോവുകയാണ്. അതാണ് കേട്ടോ അഞ്ജലി, ഞങ്ങളുടെ ടീമിലെ സോഷ്യൽ ബട്ടർഫ്ലൈ ആണ് അവൾ. എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇൻഫോ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാക്കനാട് തന്നെയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോണ വഴിക്ക് അഞ്ജലി അവളുടെ ഡ്രൈവിംഗ് സ്കിൽസിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷ്വലാണ്. അത് അവൾ അറിയാണ്ട് ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പ്ലീസ് ഇതിൻ്റെ ഓഡിയോ ഇടരുതെന്ന്. അങ്ങനെ അത് കാരണം ഞാൻ ഓഡിയോ സ്കിപ്പ് ചെയ്തു. ഫൈനലി നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന സ്ഥലം, സ്റ്റീം ആൻഡ് മഗ്സ്. കാക്കനാടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് അഭിപ്രായം പൊതുവേ കേട്ടേക്കുന്നത്. സോ ഞങ്ങൾ അങ്ങനെ സ്റ്റീം ആൻഡ് മഗ്സിലെത്തി. ഞങ്ങൾ എത്തണേന് മുന്നേ ഞങ്ങളുടെ ടീമിൽ നിന്ന് 1-2 പേര് അവിടെ നേരത്തെ വന്നിരുന്നു കേട്ടോ. അവർ വന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് കാരണം ഞങ്ങൾ ചെന്ന പാടെ തീറ്റ തുടങ്ങി. സോ അവർ മെയിൻലി ഓർഡർ ചെയ്തിരുന്നത് ഒരു സൂപ്പും പിന്നെ ഒരു പിസ്സയുമായിരുന്നു. ഇതാണ് ഗൈസ് പിസ്സ. 100-400 രൂപയുടെ പിസ്സ, ട്രയാങ്കിൾ ഷേപ്പിൽ, ഒന്നുമില്ല, 2 കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വന്നപ്പോൾ. പിന്നെ വാങ്ങിയത് സൂപ്പാണ്. കാര്യം നമ്മുടെ ടീമിലെല്ലാവരും ഒരു പനിയും ചുമയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. സോ അതാണ് ബേർഡ് സൈസ് സൂപ്പ്. അങ്ങനെ ഒരു സൂപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലണേന് മുന്നേ ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കും സൂപ്പൊക്കെ തണുത്ത് പോയി. ചൂടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി സൂപ്പായിരുന്നു. സോ അതാണ് കേട്ടോ പുണ്യ. അവളും വേറൊരു ഫ്രണ്ടും കൂടിയാണ് വന്ന് ഡിഷൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അവൾ ഓർഡർ ചെയ്തിരുന്നതിൽ ഒരു ഐറ്റമാണ് ഇതൊരു സ്റ്റാർട്ടർ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അതിൻ്റെ അകത്ത് ചീസിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഫുഡ് ഐറ്റംസ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തു. ഒന്നും നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരാൻ പറ്റിയൊരവസ്ഥയില്ല. ബിക്കോസ് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരാവുന്നത് ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ ഫുഡ് വരുമായിരുന്നു. വന്നപാടെ പിന്നെ എന്ത് ഓർഡറിൽ വന്നാലും ഓർഡറിൽ വന്നില്ലെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ കൈയിട്ട് വാരി അതങ്ങ് തീർന്നു പോകും. അതായിരുന്നു അതിൻ്റെ സത്യം. പിന്നെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഓഡിയോ കട്ട് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഹേസൽ നട്ടിൻ്റെ എന്തോ ഒരു ഷേക്ക് പോലത്തെ ഒരു ഐറ്റം. അത് അടിപൊളിയായിരുന്നു, അതെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഫ്ഗാനി ചിക്കൻ, പിന്നെ പെരി പെരി ചിക്കൻ, പിന്നെ എന്തായിരുന്നു, ഇതൊരു ദുരന്തമായിരുന്നു ഗൈസ്. ഞാൻ എനിക്ക് വേണ്ടി വെജ് പറഞ്ഞതായിരുന്നു, പനീറിൻ്റെ ഒരു പനീർ റൈസെന്നോ എന്തോ ഒരു പറഞ്ഞു. പക്ഷെ അത് മാരക ദുരന്തമായിരുന്നു. അത് കാരണം ഫൈനലി ഞങ്ങളുടെ ടീമിലെ സഞ്ജയിനെ സോപ്പിട്ട് അവനാണ് അത് മുഴുവനും കഴിച്ചത്. ഞാൻ കഴിച്ചില്ല. ബിക്കോസ് അതൊരുമാതിരി ഈ പനീറിൻ്റെ കട്ട അങ്ങനെ തന്നെ വെച്ച് അതിൻ്റെ പൊക്കത്ത് കുറച്ച് ഗ്രേവി ഒഴിച്ച പോലെ ഉണ്ടായിരുന്നു. മാരക ദുരന്തമായിരുന്നു. പിന്നെ വാങ്ങിയതായിരുന്നു ഈ പിസ്സ. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും വയറ് ഫില്ലായി, ആരും എടുക്കുന്നില്ല. എന്നാൽ ശരി ഞാൻ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആ പിസ്സ എടുത്തതാണ്. നല്ല ചൂടുണ്ടായിരുന്നു, കാരണം ഫുൾ ഓഫ് ചീസായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിച്ച് കുറേയൊക്കെ ഞങ്ങൾ പാർസൽ വാങ്ങി പിന്നെ ഇറങ്ങി അവിടുന്ന്. ബിക്കോസ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുള്ളായിട്ടും. അങ്ങനെ ഇറങ്ങി. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര അഭിപ്രായമൊന്നും തോന്നിയില്ല. കുറേ പേര് പറഞ്ഞ അത്രയും ഒരു ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഫുഡ് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അല്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ, എനിക്കിഷ്ടമായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ടീം ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഓഫീസിലേക്ക് വന്നു. ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ഒരേപോലെയായിരുന്നു അവസ്ഥ. ആകെ ഒരു മയങ്ങിയ അവസ്ഥയായിരുന്നു. ഇനി എങ്ങനെ പണിയെടുക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. പക്ഷെ പണിയെടുക്കാണ്ട് പറ്റില്ലല്ലോ, ഇനിയും ഒരു ഹാഫ് ഡേ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമായിരുന്നു. പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ ഓഫീസിൽ വന്ന് എല്ലാവരുടെ അവസ്ഥ ഇതായിരുന്നു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പോലെ, അയ്യോ ഇനി പണിയെടുക്കണമല്ലോ എന്ന്.
പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇരുന്ന് പണിയെടുത്തു. ഞാൻ ഉറങ്ങിപ്പോകുന്ന ഉറപ്പായതുകൊണ്ട് ഞാൻ വേഗം ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടാണ് അന്ന് പണിയെടുത്തത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ടീം ലഞ്ച് അങ്ങനെ കഴിഞ്ഞു പോയി. സോ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ഫ്രം മീ.